അപ്പോൾ ഓപ്പൺ ലൂപ്പിലെ പ്രിവെൻഷൻ മെത്തേഡ്സാണ് ഈ പറഞ്ഞത്. നെക്സ്റ്റ് ഈസ് ക്ലോസ്ഡ് ലൂപ്പ് കൺജഷൻ കൺട്രോൾ. ഫസ്റ്റ് മെത്തേഡ് ബാക്ക് പ്രഷർ. എ കൺജസ്റ്റഡ് നോഡ് സ്റ്റോപ്സ് റിസീവിംഗ് ഡാറ്റ ഫ്രം ദ ഇമ്മീഡിയറ്റ് അപ്സ്ട്രീം നോഡ്സ് ഓർ നോഡ്സ്. നമ്മൾ പറഞ്ഞു ക്ലോസ്ഡ് ലൂപ്പിലെന്ന് പറഞ്ഞാൽ കൺജഷൻ ഒക്കറാവും, അതിനെ നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യും, എന്നിട്ട് അതിന് റിക്കവർ ആവും അല്ലെങ്കിൽ അതിനെ റിമൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഇപ്പോൾ ഒരു നോഡ് കൺജസ്റ്റഡ് ആയി, ഓക്കെ, കൺജസ്റ്റഡ് സ്റ്റേറ്റിലായി, ദെൻ ഇറ്റ് വിൽ സ്റ്റോപ്സ് റിസീവിങ് ഡാറ്റ. അപ്പോൾ അതിന് ഇമ്മീഡിയറ്റ് അപ്സ്ട്രീം നോഡ്സിൽ നിന്ന് അല്ലെങ്കിൽ നോഡിൽ നിന്ന് ഡാറ്റ റിസീവ് ചെയ്യുന്നത് ആ നോഡ് സ്റ്റോപ്പ് ചെയ്യും. അതാണ് ബാക്ക് പ്രഷർ. This may cause the upstream node or nodes to become congested and reject data from their upstream nodes or nodes and so on. അപ്പോൾ അപ്സ്ട്രീം നോഡ്സ് ഇങ്ങനെ കൺജസ്റ്റഡായി വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? ഓരോ നോഡ്സും അതിൻ്റെ അപ്സ്ട്രീം നോഡിൽ നിന്ന് ഡാറ്റ റിസീവ് ചെയ്യുന്നത് റിജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ആൻഡ് ബാക്ക് പ്രഷർ ഈസ് എ നോഡ് ടു നോഡ് കൺജഷൻ കൺട്രോൾ ദാറ്റ് സ്റ്റാർട്ട്സ് വിത്ത് എ നോഡ് ആൻഡ് പ്രൊപ്പഗേറ്റ്സ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ഡാറ്റ ഫ്ലോ ടു ദ സോഴ്സ്. അപ്പോൾ ബാക്ക് പ്രഷർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു നോഡ് ടു നോഡ് കൺജഷൻ കൺട്രോൾ മെക്കാനിസമാണ്. ഇറ്റ് വിൽ സ്റ്റാർട്ട് വിത്ത് എ നോഡ് ആൻഡ് പ്രൊപ്പഗേറ്റ്സ്. അപ്പോൾ അതൊരു നോഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് പ്രൊപ്പഗേറ്റ് ചെയ്യും ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ഡാറ്റ ഫ്ലോയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടായിരിക്കും ഈ ബാക്ക് പ്രഷർ എന്ത് ചെയ്യുന്നത്? പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ആൻഡ് ബാക്ക് പ്രഷർ അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് ഇത് എവിടെ ചെന്ന് നിൽക്കും? സോഴ്സിലേക്ക് പോയി നിൽക്കും. ഓക്കെ, ഈ ഫിഗർ നോക്കിയേ, അതായത് സോഴ്സ് ഉണ്ട്, ഡെസ്റ്റിനേഷനുണ്ട്. അപ്പോൾ തേർഡ് നോഡ് കൺജസ്റ്റഡ് ആയി, ദെൻ ഇറ്റ് വിൽ വാട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഡാറ്റ ഫ്ലോയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് ബാക്ക് പ്രഷർ കൊടുത്ത് എവിടെ വരെ എത്തും? സോഴ്സ് വരെ എത്തും. The back pressure techniques can be applied only to virtual circuit networks in which each node knows the upstream node from which a flow of data is coming. Okay, നമുക്ക് വിർച്വൽ സർക്യൂട്ട് നെറ്റ്വർക്കിൽ മാത്രമേ ഈ ബാക്ക് പ്രഷർ ടെക്നിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ്? വിർച്വൽ സർക്യൂട്ട് നെറ്റ്വർക്ക്സിൽ in virtual circuit networks it knows the upstream node from which a flow of data is coming. Okay, ഏത് നോഡിൽ നിന്നാണ് ഫ്ലോ ഓഫ് ഡാറ്റ വരുന്നത് എന്നുള്ളത് നമ്മുടെ വിർച്വൽ സർക്യൂട്ട് നെറ്റ്വർക്ക്സിൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ. ഓക്കെ, നെക്സ്റ്റ് ഈസ് ക്ലോസ്ഡ് ലൂപ്പ് കൺജഷൻ കൺട്രോളർ. Choke packets. This technique can be applied in both virtual circuit and datagram subnets. Virtual circuitsലും ഡാറ്റാഗ്രാം സബ്നെറ്റ്സിലും ഈ ടെക്നിക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈച്ച് റൗട്ടർ മോണിറ്റേഴ്സ് ഇറ്റ്സ് റിസോഴ്സസ് ആൻഡ് ദ യൂട്ടിലൈസേഷൻ അറ്റ് ഈച്ച് ഓഫ് ഇറ്റ്സ് ഔട്ട്പുട്ട് ലൈൻ. ഓരോ റൗട്ടർ എന്ത് ചെയ്യും? ഓരോ ഔട്ട്പുട്ട് ലൈനിലും മോണിറ്റർ ചെയ്യും അതിൻ്റെ റിസോഴ്സസിൻ്റെയും ആ റിസോഴ്സസിൻ്റെ യൂട്ടിലൈസേഷനെയും ഓരോ റൗട്ടേഴ്സും അതിൻ്റെ ഔട്ട്പുട്ട് ലൈനിൽ മോണിറ്റർ ചെയ്യും. അതാണ് ചോക്ക് പാക്കറ്റ്സ്. ദർ ഇസ് എ ത്രെഷോൾഡ് സെറ്റ് ബൈ ദ അഡ്മിനിസ്ട്രേറ്റർ ആൻഡ് വെനെവർ എനി ഓഫ് ദ റിസോഴ്സ് യൂട്ടിലൈസേഷൻ ക്രോസസ് ദിസ് ത്രെഷോൾഡ് ആൻഡ് ആക്ഷൻ ഈസ് ടേക്കൺ ടു കർടെയിൽ ഡൗൺ ദിസ്. അപ്പോൾ അതായത് നമ്മുടെ ഒരു അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടായിരിക്കും. ഈ അഡ്മിനിസ്ട്രേറ്റർ എന്ത് ചെയ്യും? ഒരു ത്രെഷോൾഡ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതിലേതെങ്കിലും റിസോഴ്സ് യൂട്ടിലൈസേഷൻ ഈ ത്രെഷോൾഡ് ക്രോസ് ചെയ്താൽ, ഈ ത്രെഷോൾഡിൻ്റെ ലിമിറ്റിനെ ക്രോസ് ചെയ്താൽ ആക്ഷൻ ഈസ് ടേക്കൺ ടു കർടെയിൽ ഡൗൺ ദിസ്. ഒരു ആക്ഷൻ നടത്തി എന്ത് ചെയ്യും? ഈ ത്രെഷോൾഡ് അതായത് ഈ റിസോഴ്സ് യൂട്ടിലൈസേഷന് കുറയ്ക്കാനായിട്ട് ഒരു ആക്ഷൻ അവിടെ നടത്തും. The router sends a choke packet back to the source, giving it a feedback to reduce the traffic. എന്നിട്ട് എന്ത് ചെയ്യും? ഒരു ചോക്ക് പാക്കറ്റ് റൗട്ടർ സോഴ്സിലേക്ക് ഒരു ചോക്ക് പാക്കറ്റ് സെൻഡ് ചെയ്യും. ആ ചോക്ക് പാക്കറ്റിൽ എന്തുണ്ടായിരിക്കും? ട്രാഫിക്കിനെ റെഡ്യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടൊരു ഫീഡ്ബാക്കും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ ഒരു ത്രെഷോൾഡ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ റിസോഴ്സ് യൂട്ടിലൈസേഷൻ ആ ഒരു ത്രെഷോൾഡിനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ കുറയ്ക്കാനായിട്ട് നമ്മളവിടെ ഒരു ആക്ഷൻ നടത്തും. ഈ ആക്ഷൻ എന്താണ്? നമ്മളൊരു ചോക്ക് പാക്കറ്റ് റൗട്ടർ സെൻഡ് ചെയ്യും. ആർക്ക്? സോഴ്സിലേക്ക് സെൻഡ് ചെയ്യും. ആൻഡ് ഇറ്റ് വിൽ ഗീവ്സ് എ ഫീഡ്ബാക്ക് ടു റെഡ്യൂസ് ദ ട്രാഫിക്.
ഇറ്റ് ഈസ് ദ ഫിഗർ. ഹെവി ഫ്ലോ ഉണ്ടെങ്കിൽ ഇപ്പോൾ ക്യൂയിൽ എത്തിയപ്പോഴാണ് ഹെവി ഫ്ലോ വന്നത്. അപ്പോൾ അവിടെ വെച്ചൊരു ചോക്ക് പാക്കറ്റ് സോഴ്സിലേക്ക് സെൻഡ് ചെയ്യും. ഹെവി ഫ്ലോ ആണ് എന്ന് പറഞ്ഞിട്ടൊരു ഫീഡ്ബാക്ക് വിത്ത് എ ഫീഡ്ബാക്ക്, ചോക്ക് പാക്കറ്റ് വിത്ത് എ ഫീഡ്ബാക്ക് വിൽ ബി സെൻഡ് ആൻഡ് വി വിൽ ദ ഫ്ലോ വിൽ ബി റെഡ്യൂസ്ഡ് ആൻഡ് ഹിയർ ഓൾസോ ദ ഫ്ലോ വിൽ ബി റെഡ്യൂസ്ഡ്. Okay. The figure depicts the functioning of choke packets. At the first, the heavy traffic between nodes P and Q is detected, and node Q sends the choke packet to P, and choke packet reaches P, and P reduces the flow and send a reduced flow out. Reduced flow reaches node Q. Next is implicit signaling. In implicit signaling, there is no communication between the congested node or nodes and the source. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺജസ്റ്റഡ് ആയിട്ടുള്ള നോഡും സോഴ്സുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ലായിരിക്കും. ആൻഡ് ദ സോഴ്സ് ഗസസ് ദാറ്റ് ദർ ഈസ് കൺജഷൻ സംവെയർ ഇൻ ദ നെറ്റ്വർക്ക് ഫ്രം അതർ സിംറ്റംസ്. അപ്പോൾ സോഴ്സ് എന്ത് ചെയ്യും? സോഴ്സ് ഗസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, വേറെ എന്തെങ്കിലുമൊക്കെ സിംറ്റംസ് കൊണ്ട് എന്തുവാണ് അവിടെ കൺജഷൻ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സോഴ്സ് ഗസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഫോർ എക്സാമ്പിൾ, വെൻ എ സോഴ്സ് സെൻഡ് സെവറൽ പാക്കറ്റ്സ് ആൻഡ് ദർ ഈസ് നോ അക്നോളജ്മെൻറ്റ് ഫോർ എ വൈൽ, വൺ അസംഷൻ ഈസ് ദാറ്റ് ദ നെറ്റ്വർക്ക് ഈസ് കൺജസ്റ്റഡ്. അപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ സോഴ്സ് കുറച്ച് പാക്കറ്റ്സ് സെൻഡ് ചെയ്യുവാണ്, പക്ഷേ അക്നോളജ്മെൻ്റ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ സോഴ്സ് എന്ത് അസ്യൂം ചെയ്യും? പാക്കറ്റ് കൺജസ്റ്റഡ് ആയി, നെറ്റ്വർക്ക് കൺജസ്റ്റഡ് ആയി, പാക്കറ്റ് ലോസ് ആയി പോയി എന്നുള്ളത് സോഴ്സ് എന്ത് ചെയ്യും? അസ്യൂം ചെയ്യും. The delay in receiving an acknowledgement is interpreted as congestion in the network. The source should slow down. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ഒരു ഡിലേ കാരണം സോഴ്സ് എന്ത് ഇൻ്റർപ്രറ്റ് ചെയ്യും? സോഴ്സ് അസ്യൂം ചെയ്യും കൺജസ്റ്റഡ് ആയി. സോ സോഴ്സ് എന്ത് ചെയ്യും? സ്ലോ ഡൗൺ, വിൽ ബി സ്ലോ ഡൗൺ ഫോർ അവോയ്ഡിങ് ദിസ് കൺജഷൻ. നെക്സ്റ്റ് ഈസ് എക്സ്പ്ലിസിറ്റ് സിഗ്നലിംഗ്. The node that experiences congestion can explicitly send a signal to the source or destination. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ കൺജഷൻ ഉണ്ടായ നോഡ് എന്ത് ചെയ്യും? ഒരു സിഗ്നൽ, ഒരു എക്സ്പ്ലിസിറ്റ്ലി ഒരു സിഗ്നൽ സോഴ്സിലേക്ക് അല്ലെങ്കിൽ ഡെസ്റ്റിനേഷനിലേക്ക് സെൻഡ് ചെയ്യും. And in the choke packet method, a separate packet is used for sending signal. In the explicit signaling method, the signal is included in the packets that carry data. അപ്പോൾ ചോക്ക് പാക്കറ്റിലാണെങ്കിൽ നമ്മളൊരു സെപ്പറേറ്റ് പാക്കറ്റാണ് എന്ത് ചെയ്യുന്നത്? സെൻഡ് ചെയ്യുന്നത്. പക്ഷേ എക്സ്പ്ലിസിറ്റ് സിഗ്നലിംഗ് മെത്തേഡിൽ ഈ സിഗ്നൽ ഈ നമ്മുടെ പാക്കറ്റിൽ തന്നെ ഉണ്ടായിരിക്കും. അതായത് നമ്മൾ ഡാറ്റ ക്യാരി ചെയ്ത് പോകുന്ന ആ പാക്കറ്റിൽ തന്നെ ഒരു സിഗ്നൽ ഉണ്ടായിരിക്കും. ആൻഡ് ദിസ് എക്സ്പ്ലിസിറ്റ് സിഗ്നലിംഗ് ക്യാൻ ഒക്കർ ഇൻ എയ്തർ ദ ഫോർവേഡ് ഓർ ദ ബാക്ക്വേർഡ് ഡയറക്ഷൻ. ഇതെന്തായിരിക്കും? എയ്തർ ഇറ്റ് വിൽ ബി ഇൻ ദ ഫോർവേഡ് അല്ലെങ്കിൽ ബാക്ക്വേർഡ് ഡയറക്ഷനിലായിരിക്കും. ബാക്ക്വേർഡ് സിഗ്നലിംഗ് ആണെങ്കിൽ എ ബിറ്റ് ക്യാൻ ബി സെൻഡ് ഇൻ എ പാക്കറ്റ് മൂവിങ് ഇൻ ദ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദ കൺജഷൻ. അപ്പോൾ എന്ത് ചെയ്യും? കൺജഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യും? എ ബിറ്റ് ക്യാൻ ബി സെറ്റ് ഇൻ എ പാക്കറ്റ്. അപ്പോൾ കൺജഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകുന്ന പാക്കറ്റിൽ ഒരു ബിറ്റും കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കും. This bit can warn the source that there is congestion and that it needs to slow down to avoid the discarding of packets. അപ്പോൾ ഈ ബിറ്റ് എന്ത് ചെയ്യും? നമ്മുടെ സോഴ്സിനെ വാൺ ചെയ്യും. ഓക്കെ, വാൺ ചെയ്യും. there is congestion, അവിടെ കൺജഷൻ ഉണ്ട്, അതുകൊണ്ട് പാക്കറ്റ് ഡിസ്കാർഡ് ആവുന്നതെന്ന് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യണം. പ്രിവെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? there is congestion and that it needs to slow down. സോഴ്സ് സ്ലോ ഡൗൺ ചെയ്യണം. അപ്പോൾ കൺജഷൻ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? കൺജഷൻ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഇനി ഫോർവേഡ് സിഗ്നലിംഗ് ആണെങ്കിൽ എന്തായിരിക്കും? വേറെ ഒന്നുമില്ല, നമ്മളിവിടെ ബിറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കും എന്ന് പറഞ്ഞു. ബിറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കും, പാക്കറ്റ് മൂവിങ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് കൺജഷൻ. അതായത് ബാക്ക്വേർഡ് സിഗ്നലിംഗ് ആയിരുന്നപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് കൺജഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യുന്ന പാക്കറ്റിലായിരുന്നു നമ്മൾ ബിറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഫോർവേഡ് സിഗ്നലിംഗ് ആണെങ്കിൽ സെയിം ആ ഡയറക്ഷൻ, കൺജഷൻ്റെ ആ ഡയറക്ഷനിലൂടെ പോകുന്ന പാക്കറ്റിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ബിറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇതെങ്ങോട്ട് പോകും? ഡെസ്റ്റിനേഷനിലോട്ട് പോകും. ഡെസ്റ്റിനേഷനിലോട്ട് പോയിട്ട് എന്ത് ചെയ്യും? ഡെസ്റ്റിനേഷനെ വാൺ ചെയ്യും. കൺജഷൻ ഉണ്ട്. ദ റിസീവർ ക്യാൻ യൂസ് പോളിസീസ് സച്ച് ആസ് സ്ലോയിങ് ഡൗൺ ദ അക്നോളജ്മെൻറ്റ്സ് ടു അലിവേറ്റ് ദ കൺജഷൻ. ആൻഡ് റിസീവറിനെ എന്ത് ചെയ്യും? റിസീവറിൻ്റെ അടുത്ത് പറയും ഇങ്ങനെ കൺജഷൻ ഒക്കെ ആയിട്ടുണ്ട്, സോ
നമുക്ക് അക്നോളജ്മെൻറ്റ് സ്ലോ ഡൗൺ ചെയ്താൽ മാത്രമേ നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൺജഷൻസ് അവോയ്ഡ് ചെയ്യാൻ പറ്റുള്ളൂ, കൺജഷൻ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അക്നോളജ്മെൻറ്റ് സ്ലോ ചെയ്യണം, അല്ലെങ്കിൽ മൊത്തത്തിൽ നെറ്റ്വർക്ക് സ്ലോ ചെയ്യണം, ഇല്ലെങ്കിൽ കൺജഷൻ ഒക്കറാവും എന്നുള്ളത് ആ ബിറ്റ് നമ്മുടെ ഡെസ്റ്റിനേഷനെ വാൺ ചെയ്യും. അതാണ് ഫോർവേഡ് സിഗ്നലിംഗ്. ബാക്ക്വേർഡ് സിഗ്നലിംഗും ഉണ്ട്, ഫോർവേഡ് സിഗ്നലിംഗും ഉണ്ട്. നെക്സ്റ്റ് ഈസ് കൺജഷൻ പ്രിവെൻഷൻ പോളിസീസ് ഓൺ ഡിഫറെൻറ്റ് ലെയേഴ്സ്. ട്രാൻസ്പോർട്ട് ലെയറിലാണെങ്കിൽ നമ്മുടെ റീട്രാൻസ്മിഷൻ പോളിസി ഉണ്ട്, ഔട്ട് ഓഫ് ഓർഡർ കാഷിംഗ് പോളിസി ഉണ്ട്, അക്നോളജ്മെൻറ്റ് പോളിസി ഉണ്ട്, ഫ്ലോ കൺട്രോൾ പോളിസി ഉണ്ട്, അതുപോലെ ടൈം ഔട്ട് ഡിറ്റർമിനേഷൻ, അതുപോലെ നെറ്റ്വർക്ക് ലെയറിലും ഉണ്ട്, ഡാറ്റാ ലിങ്ക് ലെയറിലും ഉണ്ട്. ഓക്കെ. നെക്സ്റ്റ് ഈസ് കൺജഷൻ കൺട്രോൾ ഇൻ വിർച്വൽ സർക്യൂട്ട് സബ്നെറ്റ്സ്. One technique that is widely used to keep congestion that has already started from getting worse is admission control. അപ്പോൾ ഒരു കൺജഷൻ ഒക്കറായി കഴിഞ്ഞാൽ അതിനെ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അഡ്മിഷൻ കൺട്രോൾ മാത്രമേ ഉള്ളൂ. അതായത് വൺസ് കൺജഷൻ ഹാസ് ബീൻ സിഗ്നൽ, അപ്പോൾ കൺജഷൻ ഉണ്ടായാൽ നോ മോർ വിർച്വൽ സർക്യൂട്ട്സ് ആർ സെറ്റപ്പ് അണ്ടിൽ ദ പ്രോബ്ലം ഹാസ് ഗോൺ അവേ. അപ്പോൾ കൺജഷൻ ഒക്കറായി കഴിഞ്ഞാൽ നമുക്ക് ഒരു വിർച്വൽ സർക്യൂട്ടും അവിടെ സെറ്റപ്പ് ചെയ്ത് കൊടുക്കത്തില്ല, ഒരു കണക്ഷനും അവിടെ മെയ്ഡ് ചെയ്ത് കൊടുക്കത്തില്ല. ആ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുന്നത് വരെയും നമ്മളവിടെ ഒരു വിർച്വൽ സർക്യൂട്ട്സും സെറ്റപ്പ് ചെയ്ത് കൊടുക്കത്തില്ല. An alternative approach is to allow new virtual circuits but carefully route all new virtual circuits around problem areas. ഇനി വേറെ ഓൾട്ടർനേറ്റീവ് അപ്രോച്ച് എന്ന് പറയുമ്പോഴത്തേക്കും എന്തുവാണ്, അപ്പം നമ്മൾ പറഞ്ഞു, ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇനി വിർച്വൽ സർക്യൂട്ട് ഒന്നും അലോ ചെയ്യരുത്, പ്രോബ്ലം സോൾവ് ആവുന്നത് വരെ ഇനി വിർച്വൽ സർക്യൂട്ട്സ് ഒന്നും അലോ ചെയ്യരുത്. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, വിർച്വൽ സർക്യൂട്ട്, പുതിയ വിർച്വൽ സർക്യൂട്ട്സ് അലോ ചെയ്യാം, പക്ഷേ അത് കെയർഫുള്ളി നമ്മൾ ആ പുതിയ വിർച്വൽ സർക്യൂട്ട് റൂട്ട് ചെയ്യണം. അതായത് നമ്മുടെ പ്രോബ്ലമുള്ള ഏരിയയിൽ കെയർഫുള്ളി നമ്മളത് റൂട്ട് ചെയ്യണം. Suppose that a host attached to router A wants to set up a connection to a host attached to router B. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ഈ ഫിഗറിൽ നോക്കിയേ, റൗട്ടർ എയിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഹോസ്റ്റിന് എന്ത് ചെയ്യണം, ഇറ്റ് വാണ്ട്സ് ടു സെറ്റപ്പ് എ കണക്ഷൻ ടു എ ഹോസ്റ്റ് അറ്റാച്ച് ടു റൗട്ടർ ബി. റൗട്ടർ ബിയിലുള്ള ഹോസ്റ്റുമായിട്ടൊരു കണക്ഷൻ വേണം. നോർമലി ദിസ് കണക്ഷൻ വുഡ് പാസ് ത്രൂ വൺ ഓഫ് ദ കൺജസ്റ്റഡ് റൂട്ട്. അവിടെ കൺജഷൻ ഉണ്ട്. അപ്പോൾ നോർമലി ഇങ്ങനെ ഈ ഒരു കണക്ഷൻ എ ടു ബി കണക്ഷൻ നമുക്ക് കൺജസ്റ്റഡ് റൂട്ടേഴ്സിലൂടെ പാസ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ കെയർഫുള്ളായിട്ട് ആ പുതിയ റൂട്ടിന് നമ്മൾ എന്ത് ചെയ്യണം, ആ പ്രോബ്ലം ഏരിയസിലൂടെ കെയർഫുള്ളി നമ്മൾ അതിനെ റൗട്ട് ചെയ്യണം. ഓക്കെ, എന്നിട്ട് ഫിഗർ നോക്കിയ കൺജസ്റ്റഡ് നെറ്റ്വർക്ക് ഉണ്ട്, അതിനെ നമ്മൾ റീഡ്രോൺ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് എലിമിനേറ്റ്സ് കൺജഷൻ ആൻഡ് എ വിർച്വൽ സർക്യൂട്ട് ഫ്രം എ ടു ബി. ആ ഒരു സർക്യൂട്ട് എ ടു ബി സർക്യൂട്ട് നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു കണക്ഷൻ അങ്ങ് എലിമിനേറ്റ് ചെയ്ത് കൊടുത്തു. കൺജസ്റ്റഡ് നെറ്റ്വർക്കിലൂടെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ആ നോഡിലൂടെ ഉള്ള കണക്ഷൻ എലിമിനേറ്റ് ചെയ്ത് കൊടുത്തിട്ട് വേറെ കണക്ഷൻ കൊടുത്തു. ഓക്കെ, ദിസ് ഈസ് കൺജഷൻ കൺട്രോൾ ഇൻ വിർച്വൽ സർക്യൂട്ട് സബ്നെറ്റ്സ്. ഇനി ഡാറ്റാഗ്രാം സബ്നെറ്റിലെ കൺജഷൻ കൺട്രോൾ. വാർണിംഗ് ബിറ്റ്, ചോക്ക് പാക്കറ്റ്സ്, ഹോപ്പ് ബൈ ഹോപ്പ് ചോക്ക് പാക്കറ്റ്സ്, ലോഡ് ഷെഡിങ്, റാൻഡം ഏർലി ഡിറ്റക്ഷൻ, ദെൻ ജിറ്റർ കൺട്രോൾ. First one is warning bit. The warning state is set as a special bit in the packet's header. അപ്പോൾ വാർണിംഗ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സ്പെഷ്യൽ ബിറ്റ് ആയിരിക്കും. ഇറ്റ് ഈസ് ഒക്കർ ഇൻ വെയർ പാക്കറ്റ്സ് ഹെഡറിലായിരിക്കും അത് ഇരിക്കുന്നത്. ആസ് ലോങ് ആസ് ദ റൗട്ടർ വാസ് ഇൻ ദ വാർണിംഗ് സ്റ്റേറ്റ് ഇറ്റ് കണ്ടിന്യൂ ടു സെറ്റ് ദ വാർണിംഗ് ബിറ്റ് വിച്ച് മെൻ ദാറ്റ് ദ സോഴ്സ് കണ്ടിന്യൂ ടു ഗെറ്റ് അക്നോളജ്മെൻറ്റ്സ് വിത്ത് ഇറ്റ് സെറ്റ്. അപ്പോൾ ഈ റൗട്ടർ വാർണിംഗ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന അത്രയും നേരം എന്ത് ചെയ്യണം, നമ്മുടെ വാർണിംഗ് ബിറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കണം. ആൻഡ് ഓൾസോ എന്ത് ചെയ്യണം, സോഴ്സിന് അക്നോളജ്മെൻറ്റ് കിട്ടിക്കൊണ്ടിരിക്കും. വിച്ച് മെൻ ദാറ്റ് ദ സോഴ്സ് കണ്ടിന്യൂ ടു ഗെറ്റ് അക്നോളജ്മെൻറ്റ് വിത്ത് ഇറ്റ് സെറ്റ്. അപ്പോൾ ഈ വാർണിംഗ് അതായത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് സോഴ്സിന് ഇങ്ങനെ അക്നോളജ്മെൻറ്റ് കിട്ടിക്കൊണ്ടിരിക്കും. എവിടെയെങ്കിലും കൺജഷൻ ഒക്കെ ആവുന്നുണ്ടോ എന്ന് അറിയണ്ടേ. സോ
നമ്മളിപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ റൗട്ടർ വാർണിംഗ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന അത്രയും നേരം നമ്മുടെ സോഴ്സിന് അക്നോളജ്മെൻറ്റ് കിട്ടിക്കൊണ്ടിരിക്കും. നമ്മൾ എന്ത് ചെയ്യും, വാർണിംഗ് ബിറ്റ് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരിക്കും. As long as the warning bits continue to flow in, the source continue to decrease its transmission rate. അപ്പോൾ വാർണിംഗ് ബിറ്റ്സ് ഫ്ലോ ചെയ്യുന്നതിനനുസരിച്ച് സോഴ്സ് എന്ത് ചെയ്യണം, ആ ട്രാൻസ്മിഷൻ റേറ്റും കൂടെ ഡിക്രീസ് ചെയ്ത് കൊടുക്കണം. എങ്കിലേ ആ നെറ്റ്വർക്കിലെ കൺജഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റൂ. അതാണ് വാർണിംഗ് ബിറ്റ്. നെക്സ്റ്റ് ഈസ് ചോക്ക് പാക്കറ്റ്സ്. In the warning state, the router sends a choke packet back to the source host. അപ്പോൾ വാർണിംഗ് സ്റ്റേറ്റിൽ ഇരിക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, റൗട്ടർ ഒരു ചോക്ക് പാക്കറ്റ് സെൻഡ് ചെയ്യും. ആർക്ക്? സോഴ്സ് ഹോസ്റ്റിന് ഒരു ചോക്ക് പാക്കറ്റ് സെൻഡ് ചെയ്യും വാർണിംഗ് സ്റ്റേറ്റിൽ ഇരിക്കുമ്പോൾ. ആൻഡ് വെൻ ദ സോഴ്സ് ഹോസ്റ്റ് ഗെറ്റ്സ് ദ choke packet, it reduces the traffic by X% and it ignores choke packets referring to the destination for a fixed time interval and check again if there is still the choke packet sent back. അപ്പോൾ സോഴ്സിന് ഈ ചോക്ക് പാക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, മൊത്തത്തിലുള്ള ചോക്ക് പാക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ വാർണിംഗ് ആണ്. ഇപ്പോൾ കൺജഷൻ ഒക്കെ ആവാം എന്നുള്ളൊരു സിറ്റുവേഷനാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, ഒക്കെ ആവാം അല്ലെങ്കിൽ ഒക്കെ ആയിട്ടുണ്ട് എന്നുള്ളൊരു സിറ്റുവേഷനാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇറ്റ് വിൽ റെഡ്യൂസ് ദ ട്രാഫിക് ബൈ X%. ഒരു X% ട്രാഫിക്ക് എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും, സോഴ്സ് റെഡ്യൂസ് ചെയ്യും. അപ്പോൾ ഹോപ്പ് ബൈ ഹോപ്പ് ചോക്ക് പാക്കറ്റ്സ് എന്ന് പറയുമ്പോൾ നോർമലി ഒരു ചോക്ക് പാക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സോഴ്സിനെ മാത്രമേ അഫക്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഒരു ചോക്ക് പാക്കറ്റ് എന്തായാലും എന്തുവാണ്, ഈ സോഴ്സിലേക്ക് പോകുമ്പോൾ, അതായത് കറസ്പോണ്ടിങ് ഇപ്പോൾ ഡിയിലാണ് ഹെവി ഫ്ലോ എങ്കിൽ അത് തിരിച്ച് അതിൻ്റെ സോഴ്സ് നോഡിലോട്ട് പോവുകയാണ്. അതായത് ചോക്ക് പാക്കറ്റ് അതിൻ്റെ സോഴ്സ് നോഡിലോട്ട് പോകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ആ ഒരു ഓരോ ഹോപ്പിലൂടെയും ഇത് പാസ് ചെയ്ത് പോകുമല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, ഓരോ റൗട്ടറിനും ബഫർ റിക്വസ്റ്റ് കൂടും. അപ്പോൾ ഈ ഹോപ്പ് ബൈ ഹോപ്പ് ചോക്ക് പാക്കറ്റ്സ് യൂസ് ചെയ്യുന്നത് വഴി വി ക്യാൻ പ്രൊവൈഡ് ക്വിക്ക് റിലീഫ് അറ്റ് ദ പോയിൻ്റ് ഓഫ് കൺജഷൻ അറ്റ് ദ പ്രൈസ് ഓഫ് യൂസിങ് അപ്പ് മോർ ബഫേഴ്സ് അപ്സ്ട്രീം. അപ്പോൾ ഒരുപാട് ബഫേഴ്സ് യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് ആ പോയിൻ്റ് ഓഫ് കൺജഷന് ആ കൺജഷൻ പോയിൻറ്റ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ആ കൺജഷൻ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും എന്നാണ് ഹോപ്പ് ബൈ ഹോപ്പ് ചോക്ക് പാക്കറ്റ്സിൽ പറയുന്നത്. അപ്പോൾ ഒരു ചോക്ക് പാക്കറ്റ് സോഴ്സിനായിരിക്കും അഫക്റ്റ് ചെയ്യുന്നത്. ഓൾസോ എ ചോക്ക് പാക്കറ്റ് ദാറ്റ് അഫക്ട്സ് ഈച്ച് ഹോപ്പ് ഇറ്റ് പാസസ് ത്രൂ. അപ്പോൾ ഈ സോഴ്സിലോട്ട് പോകുന്ന ചോക്ക് പാക്കറ്റ് എന്തിനേയും അഫക്റ്റ് ചെയ്യും, ഓരോ ഹോപ്പിനെയും. ഹോപ്പ് ബൈ ഹോപ്പ് ചോക്ക് പാക്കറ്റ്, അതായത് ഓരോ ഹോപ്പിനെയും അത് അഫക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അതാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. Next is load shedding. Another simple closed loop technique is load shedding. When buffers become full, routers simply discard packets. അപ്പോൾ ബഫർ ഫുള്ളായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പാക്കറ്റ്സിന് ഡിസ്കാർഡ് ചെയ്യും. Which packet is chosen to be the victim depends on the application and on the error strategy used in the data link layer. അപ്പോൾ ഏത് പാക്കറ്റാണ് ഡിസ്കാർഡ് ചെയ്യാനുള്ളത് എന്നുള്ളത് അതിൻ്റെ ആപ്ലിക്കേഷനെയും അല്ലെങ്കിൽ ഡാറ്റ ലിങ്ക് ലെയറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എറർ സ്ട്രാറ്റജിയെയും ബേസ് ചെയ്തിരിക്കും. അപ്പോൾ ഫോർ എ ഫയൽ ട്രാൻസ്ഫർ, ഫോർ എക്സാമ്പിൾ, cannot discard older packets since this will cause a gap in the received data. അപ്പോൾ ഫയൽ ട്രാൻസ്ഫറിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് ഓൾഡർ പാക്കറ്റ്സിനെ ഡിസ്കാർഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് നമ്മുടെ റിസീവ്ഡ് ഡാറ്റയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കും. സോ വി കാൺ ഡിസ്കാർഡ് ഓൾഡർ പാക്കറ്റ്സ്. അങ്ങനെയുള്ള പോളിസിയാണ് വൈൻ എന്ന് പറയുന്നത്. ആൻഡ് ഫോർ റിയൽ ടൈം വോയിസ് ഓർ വീഡിയോ, ഇപ്പോൾ റിയൽ ടൈം വോയിസ് അല്ലെങ്കിൽ വീഡിയോയുടെ കേസിലാണെങ്കിൽ ഇറ്റ് ഈസ് പ്രോബബ്ലി ബെറ്റർ ടു ത്രോ അവേ ഓൾഡ് ഡാറ്റ ആൻഡ് കീപ് ന്യൂ പാക്കറ്റ്സ്. അപ്പോൾ വോയിസിൻ്റെയും വീഡിയോയുടെയൊക്കെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് പഴയ ഡാറ്റ എന്ത് ചെയ്യാം, ഡിസ്കാർഡ് ചെയ്തിട്ട് പുതിയ പാക്കറ്റ്സിനെ കീപ്പ് ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ മിൽക്ക് എന്ന് പറയുന്നത്, ആ പോളിസിയെ. അപ്പോൾ വൈൻ പോളിസിയും മിൽക്ക് പോളിസിയും. ഫയൽ ട്രാൻസ്ഫറിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് ഓൾഡർ പാക്കറ്റ്സിന് ഡിസ്കാർഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ പോളിസിയാണ് നമ്മൾ വൈൻ എന്ന് പറയുന്നത്. അപ്പോൾ റിയൽ ടൈം വോയിസ് അല്ലെങ്കിൽ വീഡിയോയുടെ കേസിലാണെങ്കിൽ നമുക്ക് ഓൾഡർ ഡാറ്റയെ നമുക്ക് ഡിസ്കാർഡ് ചെയ്യാം, പുതിയ പാക്കറ്റ്സിനെ കീപ്പ് ചെയ്യാം. അങ്ങനെയുള്ള പോളിസിയാണ് നമ്മൾ മിൽക്ക് എന്ന് പറയുന്നത്. ഇതാണ് ലോഡ് ഷെഡിങ്. റാൻഡം ഏർലി ഡിറ്റക്ഷൻ, RED, monitors the average queue size and drops packets based on statistical probabilities. അപ്പോൾ ആവറേജ് ക്യൂ സൈസിനെ മോണിറ്റർ ചെയ്തിട്ട് എന്ത് ചെയ്യും, പാക്കറ്റ്സിനെ ഡ്രോപ്പ് ചെയ്യും. ഇവിടെ
and this is a proactive approach in which the router discards one or more packets before the buffer becomes completely full. ഇതെന്ന് പറയുന്നത് ഒരു പ്രൊആക്റ്റീവ് അപ്രോച്ചാണ്. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, നമ്മുടെ ബഫർ കംപ്ലീറ്റ്ലി ഫുള്ളാവുന്നതിന് മുൻപ് തന്നെ എന്ത് ചെയ്യും, റൗട്ടർ പാക്കറ്റ്സിനെ ഡിസ്കാർഡ് ചെയ്യും. ആൻഡ് ഈച്ച് ടൈം എ പാക്കറ്റ് അറൈവ്സ് ദ RED അൽഗോരിതം കമ്പ്യൂട്ട്സ് ദ ആവറേജ് ക്യൂ ലെങ്ത്. അപ്പോൾ ഓരോ ടൈം, അതായത് പാക്കറ്റ് അറൈവ് ആവുന്ന എല്ലാ സമയത്തും എന്ത് ചെയ്യും, ഈ RED അൽഗോരിതം ആവറേജ് ക്യൂ ലെങ്ത് കമ്പ്യൂട്ട് ചെയ്യും. അപ്പോൾ ഫുൾ ആവാറായിട്ടുണ്ടെങ്കിൽ അതിനെ ഡിസ്കാർഡ് ചെയ്യും. ഓക്കെ, ഇവിടെ ഒരു ഇൻകമിങ് പാക്കറ്റ് ഉണ്ട്, അപ്പോൾ ഒരു ക്യൂ ബഫറും ഉണ്ട്. എന്ത് ചെയ്യും, RED അൽഗോരിതം എന്ത് ചെയ്യും, ക്യൂ ലെങ്ത് ആവറേജ് ക്യൂ ലെങ്ത് കമ്പ്യൂട്ട് ചെയ്യും. ഇപ്പോൾ ഫുൾ ആവാറായിട്ടുണ്ടെങ്കിൽ ബഫർ ഫുൾ ആവാറായിട്ടുണ്ടെങ്കിൽ ആ പാക്കറ്റിനെ ഡ്രോപ്പ് ചെയ്യും അല്ലെങ്കിൽ ഡിസ്കാർഡ് ചെയ്യും. നെക്സ്റ്റ് ഈസ് റാൻഡം ഏർലി ഡിറ്റക്ഷൻ. If average is lower than some lower threshold, congestion is assumed to be minimal or non-existent and the packet is queued. അപ്പോൾ ഒരു ത്രെഷോൾഡ്, ഒരു ലോവർ ത്രെഷോൾഡിനേക്കാളും ലോവറാണ് ആവറേജ് എങ്കിൽ കൺജഷൻ എന്തായിരിക്കും, മിനിമം ആയിരിക്കും. ഓർ നോൺ എക്സിസ്റ്റൻറ്റ് ആൻഡ് ദ പാക്കറ്റ് ഈസ് ക്യൂഡ്. അപ്പോൾ കൺജഷൻ ഒക്കെ ആവത്തില്ല എന്നുള്ളൊരു അസംഷനിലായിരിക്കും നമ്മൾ പോകുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ പാക്കറ്റിനെ ക്യൂയിലോട്ട് കൊടുക്കും. ഇഫ് ആവറേജ് ഈസ് ഗ്രേറ്റർ ആണെങ്കിൽ, അതായത് നമ്മുടെ അപ്പർ ത്രെഷോൾഡിനേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ കൺജഷൻ ഈസ് അസ്യൂംഡ് ടു ബി സീരിയസ് ആൻഡ് ദ പാക്കറ്റ് ഈസ് ഡിസ്കാർഡ്. അപ്പോൾ കൺജഷൻ എന്തായാലും സീരിയസ് ആയിട്ടുള്ള കൺജഷൻ ഉണ്ടാവും. സോ ദ പാക്കറ്റ് വിൽ ബി ഡിസ്കാർഡഡ് ഹിയർ. ഇഫ് ആവറേജ് ഈസ് ബിറ്റ്വീൻ ദ ടു ത്രെഷോൾഡ്, അപ്പോൾ ഈ രണ്ട് ത്രെഷോൾഡിനും ഇടയിലാണ് നമ്മുടെ ആവറേജ് എങ്കിൽ this might indicate the onset of congestion. The probability of congestion is then calculated. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ പ്രോബബിലിറ്റി ഓഫ് കൺജഷൻ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യും. അതാണ് റാൻഡം ഏർലി ഡിറ്റക്ഷൻ. റാൻഡം ഏർലി ഡിറ്റക്ഷനിൽ നമ്മൾ ഡ്രോപ്പിംഗ് ഫങ്ഷനാണ്. ഇപ്പോൾ നമ്മളിവിടെ എങ്ങനെയാണ്, എപ്പോഴാണ് ഡ്രോപ്പ് ചെയ്യുന്നതെന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ജിറ്റർ കൺട്രോൾ. The variation, that is standard deviation in the packet arrival times is called jitter. അതായത് പാക്കറ്റ് അറൈവൽ ടൈമിലുള്ള ആ ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷനെയാണ് നമ്മൾ ജിറ്റർ എന്ന് പറയുന്നത്. ഹൈ ജിറ്റർ, ഫോർ എക്സാമ്പിൾ, ഹാവിങ് സം പാക്കറ്റ്സ് ടേക്കിംഗ് 20 millisecond ആൻഡ് അതേഴ്സ് ടേക്കിംഗ് 30 millisecond ടു അറൈവ് വിൽ ഗിവ് an uneven quality to the sound or movie. അപ്പോൾ എന്തുവാണ്, ചില പാക്കറ്റ്സ് 20 millisecond ടൈം എടുക്കും, ചിലത് 30 millisecond ടൈം എടുക്കും അറൈവ് ആവാൻ. അതെന്ന് പറയുന്നത് നമുക്കൊരു അൺഈവൻ ക്വാളിറ്റി ആയിരിക്കും നമുക്ക് തരുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മൾ ഹൈ ജിറ്റർ എന്ന് പറയുന്നത്. ദെൻ ഹൈ ജിറ്ററും ഉണ്ട്, ലോ ജിറ്ററും ഉണ്ട്. നെക്സ്റ്റ് ഈസ്